ഹലോ. അപ്പോൾ ഇപ്പോഴത്തെ ചൂടുള്ള വാർത്ത, നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അപ്പം ഇവിടെ പലരും ഇങ്ങനെ ഈ പ്രൊട്ടസ്റ്റിനെ കൊണ്ടൊന്നും കാര്യമില്ല, സമരമൊക്കെ വെറുതെയാണ്, ഇതൊക്കെ വെറുതെ ഓരോ കാട്ടിക്കൂട്ടിലാണ്, ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാഞ്ഞു എന്നൊക്കെ പറയുന്ന അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡെമോക്രാറ്റിക് നേഷനിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ഉന്നയിക്കണം. നമുക്ക് പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ റേസ് ചെയ്യണം. അല്ലാതെ നമ്മളിത് എന്ത് പറഞ്ഞാലും കാര്യമില്ല എന്ന് പറഞ്ഞ് സൈലൻ്റ് ആയിരിക്കുന്നതിനെ കൊണ്ട് യാതൊരു കാര്യമില്ല. സൈലൻ്റ് ആവുന്തോറും അവർക്ക് വേണ്ടത് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള രീതിക്ക് ആറ്റിറ്റ്യൂഡ് ആവും. അപ്പോൾ അത് തന്നെയായിരുന്നു കുറച്ച് കാലമായിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളിലും. ഇതിപ്പോൾ ഒരു വലിയ ഇഷ്യൂ വന്നതുകൊണ്ട് എല്ലാവരും നല്ല ഏറ്റെടുത്തിട്ട് നല്ല പ്രൊട്ടസ്റ്റിലേക്ക് എത്തിയതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തുണ്ടായിട്ടുണ്ട്, ഇപ്പോൾ ആ ഡിമാൻഡ്സ് കംപ്ലീറ്റ്ലി മീറ്റ് ചെയ്യുന്നു എന്നല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ഡിമാൻഡ് അതിൽ വൺ ഓഫ് ദി ഡിമാൻഡ്സ് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വലിയൊരു മുന്നോട്ടുള്ളൊരു നല്ലൊരു സ്റ്റെപ്പായി മാറട്ടെ. കൂടുതൽ റിഫോംസ് വരാനും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സ്റ്റെപ്പായി മാറട്ടെ ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സമരങ്ങൾ കാര്യമില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. പണ്ട് ഇതേപോലെ തന്നെ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ സ്വാതന്ത്ര്യ സമരങ്ങളും നടക്കില്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും കുറേ മുന്നോട്ട് പോയി കിട്ടേണ്ട ഒരു സംഭവം. നമുക്ക് ഇന്ന് ഈ കിട്ടുന്ന റൈറ്റ്സ്, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, ഇത്രയും ഡെവലപ്മെൻറ്റ് ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. എല്ലാം സമരം ചെയ്തും അങ്ങനെ പല രീതിക്കുമൊക്കെ കിട്ടിയത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇനിയെങ്കിലും മുന്നോട്ട് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക. ഇതിൽ ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ കാര്യത്തിൽ എനിക്കൊരു ഇത് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറേ പേരങ്ങ് നമ്മൾ ആന്റി നാഷണൽ ആക്കുകയാണ്. അതായത് ഈ BJP-ക്കെതിരെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആന്റി നാഷണൽ അല്ലെങ്കിൽ ടെററിസ്റ്റ്, ആ ഒരു പോയിന്റിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ്സ് ഉണ്ടാവും. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ എന്തെങ്കിലും പറയണം. അല്ലാണ്ട് ആ പറയുന്നവരെ പിടിച്ചിട്ട് ആന്റി നാഷണൽ അല്ലെങ്കിൽ ടെററിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. ഇപ്പൊ നമ്മളിവിടെ ഇന്ത്യയിൽ എന്ന് പറയുന്നത് BJP മാത്രമല്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടുള്ളത്, വേറെയും കുറെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. അപ്പൊ നമ്മള് അത് അങ്ങനെ പറയുന്നത് ഒരു ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പലരുടെയും സ്റ്റാറ്റസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന സംഭവമാണ്, അതായത് ഭയങ്കരമായിട്ട് റൈറ്റ് വിങ് ആയിട്ട് അലൈൻ ചെയ്തിട്ടുള്ള പലരുടെയും സ്റ്റാറ്റസിലാണ് എസ്പെഷ്യലി ഇത് ഞാൻ കണ്ടിട്ടുള്ളത്. ഹേറ്റ് ദി സിസ്റ്റം ബട്ട് നോട്ട് ദി കൺട്രി എന്നുള്ളത്. നമ്മളിവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആരും തന്നെ കൺട്രീനെ ഹേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഇവിടുത്തെ സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെന്താ വെച്ചാൽ പലർക്കും നമ്മൾ ഈ സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് പറയുമ്പോൾ ഈ സിസ്റ്റത്തെ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് എന്ന് പറയുന്നത് BJP ആയതുകൊണ്ടും ഇതെന്തോ നമ്മൾ ഈ കൺട്രിക്ക് അഗെയിൻസ്റ്റ് പറഞ്ഞ് അവരോട് ഹേറ്റ് ഉള്ള പോലെയാണ് പറയുന്നത്. അങ്ങനെയല്ല, വി ആർ നോട്ട് ഹേറ്റിംഗ് ദി കൺട്രി, വി ആർ നോട്ട് ഹേറ്റിംഗ് ദി ഗവൺമെൻറ്. നമ്മൾ പ്രശ്നങ്ങൾ റേസ് ചെയ്യാണ്, സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ റേസ് ചെയ്താലേ അതിൽ കറക്ഷൻസ് വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം പറയുമ്പോൾ അത് നേരെ തിരിച്ച് കൺട്രീനുള്ള ഹേറ്റാക്കി മാറ്റാൻ പാടില്ല. ആരും ഇവിടെ കൺട്രീനെ ഹേറ്റ് ചെയ്യുന്നില്ല, നമ്മളെല്ലാവരും ഒരേപോലെ ഈ രാജ്യത്തിനെ സ്നേഹിക്കുന്നവർ തന്നെയാണ്. അല്ലാതെ ആരും ഒരാളെ മേലിലോ എനിക്കാണ് നിന്നെക്കാളും സ്നേഹം അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ആരുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നീറ്റിന്റെ ഇഷ്യൂസ് പറയുന്ന സമയത്ത് തന്നെ കുറേ പേര് വന്നിട്ട് PSCന്റെ ഇഷ്യൂ നിങ്ങൾ സംസാരിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആശാ വർക്കേഴ്സിന്റെ ഇഷ്യൂസ് നിങ്ങൾ സംസാരിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ സാധനം പറയുന്ന സമയത്ത് ഇവർക്ക് അത് വേണമെങ്കിൽ പ്രതികരിക്കാം, പക്ഷെ ഇവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനും പ്രതികരിക്കുന്നില്ല, ഇതിനും പ്രതികരിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ആരെങ്കിലും വേറെ എന്തെങ്കിലും പ്രൊട്ടസ്റ്റ് കാണിക്കുന്ന സമയത്ത് അതിനെ ഒരു ബാലൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരത് സംസാരിക്കുന്നത്. അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് ഇവർ സംസാരിക്കുന്നില്ല. ഇപ്പം ഇവിടെ നമ്മൾ ഇന്ത്യൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ എത്രയോ തൗസൻഡ്സ് ഓഫ് കേസസ് ആണ് ഒരു ദിവസം തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും എല്ലാവർക്കും പ്രതികരിക്കാൻ പറ്റണം എന്നില്ല. അറ്റ് ദ സെയിം ടൈം ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു നേഷൻ വൈഡ് അത്രയും ഹൈയിൽ പീക്കിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഇതിന്റെ കേസ് എന്ന് പറയുന്നത് ഒരു 1 month ബിഫോർ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ പ്രൊട്ടസ്റ്റ്. എത്ര പേര് 1 month ബിഫോർ തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്? ഇല്ല. ഇതെന്ന് പറയുന്നത് 20th ജൂലൈയിൽ മറ്റേ പാർലമെന്റിലേക്ക് നടക്കുന്നുള്ളൊരു ഇത് വന്നപ്പോഴാണ്, അതിനെ അടുപ്പിച്ചിട്ടാണ് ഇത് ഭയങ്കര ന്യൂസ് ആയിട്ടുണ്ടായിരുന്നത്. അതുവരെ വേറെ ആരും ഒന്നിനും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര റോങ് ആണ്. പിന്നെ അറ്റ് ദ സെയിം ടൈം ഇതൊരു ട്രെൻഡാണെന്ന് പറഞ്ഞു പോകുന്നവരുണ്ടായിരുന്നു. അതായത് ഈ CJP ഒക്കെ വന്ന് വെറുതെ ട്രെൻഡാണ്, ഇത് 2 ആഴ്ച കഴിഞ്ഞാൽ പോവും, അല്ലെങ്കിൽ 3 ആഴ്ച കഴിഞ്ഞാൽ പോവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത്, ഇത് ആരും ട്രെൻഡിന് വേണ്ടിയിട്ടല്ലല്ലോ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അവിടെ ഇത്രയും സ്റ്റുഡൻസ് പോയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് ട്രെൻഡാണെന്ന് പറയുന്നത് അതും ഒരു ശരിയില്ല. ഇപ്പോൾ ആ സ്റ്റുഡൻസ് അവിടെ ഇത്രയും പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഒരു ആക്ഷൻ നടന്നിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇത് നടക്കില്ല. ട്രെൻഡിന്റെ രീതിക്ക് 2 ആഴ്ച കഴിഞ്ഞാൽ എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നടക്കൂല ഇതെന്ന് പറയുന്നത്. പിന്നെന്ന് പറയുന്നത്, ഇപ്പം PSCക്ക് നമ്മൾ പറഞ്ഞില്ല, നമ്മൾ എല്ലാത്തിനും പറയും. നിലവിൽ നമ്മളൊരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതൊരു വെറുതെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഇതൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. നമ്മൾ ഈ ഇഷ്യൂം പറയും, PSCയും പറയും, എല്ലാം പറയും.
പിന്നെ എല്ലാ പ്രോബ്ലംസിനും ഒരേ അറ്റൻഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഒന്നിനും നടക്കില്ല. കാരണം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തൗസൻഡ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. എല്ലാത്തിനും ഒരേ അറ്റൻഷൻ ആർക്കും കൊടുക്കാനില്ല. ഈവൻ മീഡിയാസിന് പോലും പറ്റില്ല. അത് ആരുടെയും പ്രശ്നമല്ല. അത് അത്രയും നമ്മൾക്ക് ഇവിടെ പോപ്പുലേഷനും സീനും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഒരു സാധനം ഇപ്പം നമ്മൾ മെയിൻ ഫോക്കസ് ഇതായിരുന്നു. ഇതിലെ റിസൾട്ട് വരുത്താൻ മാക്സിമം ശ്രമിച്ചു. അത് വന്നു കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്സ് എന്ന് പറയുന്നത് അടുത്ത ഇഷ്യൂസിലേക്ക് നമ്മളെല്ലാവരും കടക്കും. അതിലൊരു സംശയം വേണ്ട. അത് ഇവിടെ നടക്കുന്ന ഒരു മർഡർ ആയിക്കോട്ടെ, റേപ്പ് കേസ്, എല്ലാ കേസിനും ഒരേ അറ്റൻഷൻ ആണോ കിട്ടുന്നത്? അല്ലല്ലോ. അത്ര ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് അറ്റൻഷൻ കിട്ടുന്ന സാധനത്തിനെങ്കിലും നമ്മൾ മര്യാദയ്ക്ക് പ്രതികരിക്കുക. അത് നമ്മൾ ചെയ്യുക. കാരണം വെച്ചാൽ അതിനും ചെയ്യുന്നില്ല, ഒന്നിനും ചെയ്യാതിരിക്കുന്നതിലും ബെറ്ററാണ്. കാരണം ഇപ്പം ഇവിടെ ഈ റെസിഗ്നേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് വലിയൊരു സ്റ്റെപ്പാണ്. ഇതൊരു ഗുഡ് പ്രസിഡന്റ് ആണ് സെറ്റ് ചെയ്യുന്നത് അടുത്ത ഓരോ പ്രോബ്ലത്തിനും. അത് എഡ്യൂക്കേഷൻ്റെ കേസ് മാത്രമല്ല, എല്ലാത്തിനും. അതായത് ദേ വിൽ ബി ഹെൽഡ് അക്കൗണ്ടബിൾ എന്നുള്ളൊരു മെസ്സേജാണ് അവിടെ പോകുന്നത്. അതിൽ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് അവർ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് കൊട്ടി ഘോഷിക്കാനുള്ള ഒരു സാധനമൊന്നുമല്ല. ഇവിടെ എന്ന് പറയുന്നത് ഇത്രയും യൂത്ത് ഇറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്ത് എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയും പലതിലൂടെയും അവരുടെ സപ്പോർട്ട് അറിയിച്ച് അത്രയും വലിയൊരു ലെവലിൽ എത്തിയപ്പം പിന്നെ വേറെ വഴിയില്ലാതെ ചെയ്തൊരു ആക്ട് ആയിട്ടാണ് വരുന്നത്. എന്തായാലും ലെറ്റ്സ് ഹോപ്പ് ദിസ് വിൽ ബി ഫോർ ഗുഡ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് കോൺഗ്രസ് ഉള്ള സമയത്ത് നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്താ ഇപ്പം മാത്രം എന്താ എല്ലാവർക്കും പ്രശ്നം? കോൺഗ്രസ് ഉള്ള സമയത്ത് നടന്നതുകൊണ്ടാണ് ഇപ്പോൾ BJP വോട്ട് ചെയ്തിട്ട് ഇപ്പോൾ BJP സെൻറ്ററിൽ ഇരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ട് ഇതിപ്പോൾ അവർക്കും ചെയ്യാം. അതൊരു എന്താ പറയുക, ജസ്റ്റിഫിക്കേഷൻ അല്ലല്ലോ. നമ്മളിവിടെ ഒരു പാർട്ടീനെ നമ്മൾ വോട്ട് ചെയ്തിട്ട് നമ്മൾ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അതെന്ന് പറയുന്നത് മറ്റേ പാർട്ടി ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ ഈ പാർട്ടി ചെയ്തിരുന്ന പ്രശ്നം, അങ്ങനെയല്ലല്ലോ നമ്മൾ വേണ്ടത്. ഏത് പാർട്ടി ഇതെന്ന് പറയുന്നത് കുറേ പേര് അന്ധമായിട്ട്, അതായത് ഒരു പാർട്ടീനെ, ഇപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ പാർട്ടിയും, LDF ആണെങ്കിലും അതെ, UDF ആണെങ്കിലും അതെ, BJP ആണെങ്കിലും അതെ, ഒരു പാർട്ടീനെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അന്ധമായിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്. അവർ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് എടുത്ത് പറയണം, ചീത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചീത്തത് എടുത്ത് പറയണം. അല്ലാണ്ട് ഞാൻ ഇന്ന പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് അവരെന്ത് ചെയ്താലും ഞാൻ കണ്ണടച്ച് നിൽക്കും, അങ്ങനെ നമ്മൾ പാടൂല. എനിക്ക് പറയാനുള്ളത്, ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളാണ്. ഈ ഇന്ത്യക്ക് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇല്ല. നമ്മളുടെ ജനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് പുറത്തേക്ക് കാണുക. അപ്പോൾ നമ്മൾ ലോയൽറ്റി കാണിക്കേണ്ടത് നമ്മൾ പാർട്ടീൻ്റെ അടുത്തല്ല, നമ്മൾ നേഷൻ്റെ അടുത്താണ് ലോയൽറ്റി കാണിക്കേണ്ടത്. അപ്പോൾ ഈ പാർട്ടി ഒരു സിംഗിൾ പാർട്ടി അല്ല ഹോൾ കൺട്രീനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് BJP അല്ല ഹോൾ കൺട്രീനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു പാർട്ടി ആണെങ്കിലും ആയിക്കോട്ടെ, അവർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കണം. അവർ ശരി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതും കറക്റ്റ്, അത് നമ്മൾ പറയണം. പക്ഷെ ഇവിടെ ഇപ്പം ഞാൻ ഈ പ്രൊട്ടസ്റ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്, തെറ്റുണ്ടെങ്കിലും അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് തീരെ ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധി അവിടെ വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും കുറേ പേര് പറയുന്നുണ്ടായിരുന്നു, ഇത് ഇവർക്ക് അവർ ചൂഷണം ചെയ്യുകയാണല്ലോ, അതായത് അവർ ആ ഓപ്പർച്യൂണിറ്റി എടുക്കുകയാണല്ലോ. ഞാൻ ചോദിക്കുന്നത്, പിന്നെ എന്തിനാ ഒപ്പോസിഷൻ ഇവിടെ ഇരിക്കുന്നത്? അതായത് അപ്പുറത്തെ സൈഡ് ലൈക്ക് വേറെ പാർട്ടി ഒരു നല്ലതല്ല ചെയ്യുന്നത്, അത് ത്രൂ ഇവിടെ സ്റ്റുഡൻസിന് പ്രശ്നം വരുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഒപ്പോസിഷൻ വരണം. അല്ലാണ്ട് ഇപ്പോൾ ഒപ്പോസിഷൻ പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഒപ്പോസിഷൻ അതിനാണല്ലോ, അതായത് എതിർക്കാനാണല്ലോ ഒപ്പോസിഷൻ ഇരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഇവർ ഈ പാർട്ടി പോയിട്ട് മറ്റേ പാർട്ടി വരാൻ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ പണ്ട് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കോൺഗ്രസ് ഭരിച്ച സമയത്ത് BJP തന്നെയാണ് ഒപ്പോസിഷനിൽ നിന്നിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇവർ ചെയ്തത് ഇത് ശരിയല്ല, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇപ്പൊ കോൺഗ്രസിന് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. പക്ഷെ ഇപ്പൊ കോൺഗ്രസ് പറയുന്ന സമയത്ത് എല്ലാവരും പറയുന്നത്, ഇത് ഇവര് ചൂഷണം ചെയ്യാണ്, ഇവരിത് എടുക്കാനാണ് നോക്കുന്നത്. അതിലേക്ക് ലോജിക് ഇല്ല. അതെ, കാരണം എന്താ വെച്ചാൽ ഒപ്പോസിഷൻ ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പൊളിറ്റിക്കലി റിഡ് എന്ന് പറയുന്നു പലരും. അതേ സമയത്ത് ഇടപെട്ടിട്ടില്ലെങ്കിലോ ഇവരൊരു വീക്ക് ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അവരെ തള്ളിക്കളയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് നമ്മൾ എടുക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം എന്തെങ്കിലും ഒന്നിൽ നമ്മൾ നിൽക്കണ്ടേ. ഒപ്പോസിഷൻ എന്ന് പറയുന്നത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയുള്ളവർ തന്നെയാണ്. അത് ഹൂവർ ഇറ്റ് ഈസ്, ഏത് ഒപ്പോസിഷൻ ആയിക്കോട്ടെ. പിന്നെ പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ അവിടെ ഇത്രയും അധികം ജനങ്ങളാണ് വരുന്നത്. ഇപ്പം ജന്തർ മന്ദറിൽ എത്രത്തോളം ജനങ്ങൾ വന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അത്രയും ആൾക്കാർ വരുമ്പോൾ ഒരു വളരെ മൈന്യൂട്ട് പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ പല സ്ലോഗൻസും എന്താണ് അതിൻ്റെ കയറ്റിൽ അടിച്ചു കയറ്റിന്ന് വരും. അതിൻ്റെ അർത്ഥം അതിൻ്റെ മേജർ മോട്ടീവ് മാറി, അല്ലെങ്കിൽ ഈ സ്റ്റുഡൻസ് എല്ലാം ഇപ്പോൾ ഇതാണ് പറയുന്നത് എന്നല്ല. അത് ഈ പ്രൊട്ടസ്റ്റ് എന്നല്ല, ഇന്ത്യയിൽ പോട്ടെ ലോകത്ത് ഇന്നേ വരെ നടന്ന ഏതൊരു പ്രൊട്ടസ്റ്റിലും ഒരു ചെറിയ വിഭാഗം ആൾക്കാർ ഇതിൻ്റെ മെയിൻ ഡിമാൻഡ്സ് നിന്ന് മാറി നിന്ന് ചിന്തിക്കുന്നതും അതായിട്ട് ബന്ധപ്പെടാത്ത സ്ലോഗൻസ് ഉയർത്തുന്നത് എത്രയോ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനെക്കൊണ്ട് ആ ഒരു മൂവ്മെൻറ്റിനെ നമ്മൾ ഇല്ലാതെയാക്കാൻ പാടില്ല. ആ മൂവ്മെൻറ്റിൻ്റെ കളക്റ്റീവ് പർപ്പസ് എന്താണ്, അത് ഇപ്പോഴും മാറിയിട്ടില്ല, ഗുഡ് തന്നെയാണ്. മെജോറിറ്റി ഓഫ് പീപ്പിൾ അതിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ്.
ബാക്കി പ്രശ്നങ്ങൾ എന്തെങ്കിലും അതിൻ്റെ സൈഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മോട്ടീവ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഇതിലെ മേജർ ഇപ്പോൾ ഇവിടെ ഈ ജന്തർ മന്ദറിലെ പ്രൊട്ടസ്റ്റ് ഹെഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയുന്നത് CJP ആണ്. അവരുടെ സ്പോക്സ് പേഴ്സണോ അല്ലെങ്കിൽ അവരുടെ മേജറായിട്ട് നമുക്ക് മീഡിയ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളും ഇതിന്റെ ഡിമാൻഡ്സിൽ വേറെ ഒന്നും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ വല്ല റിലീജിയസ് ആയിട്ടുള്ളതോ ആന്റി നാഷണൽ എലമെന്റ്സ് ആയിട്ടുള്ളതോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഏതൊക്കെ കുറച്ചൊരു വിഭാഗം ആൾക്കാർ, വളരെ കുറച്ച് ആൾക്കാർ വീഡിയോയിൽ കണ്ടു എന്നും പറഞ്ഞ് നമ്മൾ ഈ പറയുന്നതിലൊന്നും യാതൊരു അർത്ഥമില്ല. എല്ലാ പ്രൊട്ടസ്റ്റിലും ഇതൊക്കെ ഉള്ളതാണ്. അത് പണ്ട് BJP പ്രൊട്ടസ്റ്റ് നടത്തിയ സമയത്തും ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. സോ ഇതാണ് നമ്മളുടെ വ്യൂ പോയിന്റ്, അതായത് ഈ പ്രൊട്ടസ്റ്റിന്റെ മുകളിലുള്ള വ്യൂ പോയിന്റ്. പിന്നെ ഇത് കാരണം മരിച്ച കുട്ടികൾക്കൊക്കെ എന്തായാലും ജസ്റ്റിസ് കിട്ടിയെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്കിതിൽ പറയാനുള്ളത്, ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത എവ്രി വൺ, എല്ലാവരും ഓൺലൈൻ ത്രൂ ആൻഡ് അവിടെ പോയിട്ടും സപ്പോർട്ട് ചെയ്ത്, ഇവിടുന്ന് ഇഷ്ടംപോലെ മലയാളീസും പോയിട്ടുണ്ട് അങ്ങോട്ട്. സോ എല്ലാവർക്കും വൺ വെരി ബിഗ് ഹ്യൂജ് കൺഗ്രാറ്റുലേഷൻസ്. സോ എന്താണേലും ഇറ്റ്സ് എ വെരി ബിഗ് വിക്ടറി. ഞാൻ ഇത്രയും കാലം വിചാരിച്ച ഡിക്റ്റേറ്റർഷിപ്പ് ആയി എന്നാണ് വിചാരിച്ചത്, ബട്ട് നോ, സ്റ്റിൽ ഡെമോക്രസി ഈസ് ദ. സോ അതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ബൈ.